ഹലോ ഗായ്സ്, എല്ലാവർക്കും കൈറോ ഡയറീസ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പ്രശസ്തമായ സ്ഥാപനമായ ഔഷധിയിൽ ഇപ്പോൾ പുതിയ ജോലി അവസരം വന്നിരിക്കുകയാണ്. +2 യോഗ്യത ഉള്ളവർക്കും ITI അല്ലെങ്കിൽ ITC യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന അവസരമാണിത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. യോഗ്യത, ശമ്പളം, പ്രായപരിധി, അപേക്ഷിക്കേണ്ട രീതി, ആവശ്യമായ രേഖകൾ, ഇൻ്റർവ്യൂ ടിപ്പുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കാം. ഇതുപോലുള്ള സർക്കാർ, സ്വകാര്യ, വർക്ക് ഫ്രം ഹോം, കേരള സർക്കാർ ജോലി വാർത്തകൾ ദിവസവും അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. ആദ്യം തന്നെ ഔഷധി എന്ന സ്ഥാപനം എന്താണെന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമാണ് ഔഷധി. ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഈ സ്ഥാപനം വഹിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കൂട്ടനല്ലൂരിലാണ് പ്രധാന ഫാക്ടറി പ്രവർത്തിക്കുന്നത്. സർക്കാർ ആശുപത്രികൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ മരുന്നുകൾ നിർമ്മിക്കുന്ന ഒരു വിശ്വസനീയ സ്ഥാപനമാണിത്. ഇപ്പോൾ ഈ സ്ഥാപനത്തിലേക്കാണ് മെഷീൻ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. ഇനി പോസ്റ്റിൻ്റെ പ്രധാന വിവരങ്ങൾ നോക്കാം. തസ്തികയുടെ പേര് മെഷീൻ ഓപ്പറേറ്റർ. ഇത് 1 വർഷത്തെ താൽക്കാലിക കരാർ നിയമനമാണ്. പുരുഷ ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. യോഗ്യതയായി ITI, ITC അല്ലെങ്കിൽ +2 ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. അതായത് +2 കഴിഞ്ഞിട്ടുള്ളവർക്ക് പോലും ഈ അവസരം ഉപയോഗപ്പെടുത്താം. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. എന്നാലും SC, ST, OBC വിഭാഗക്കാർക്ക് സർക്കാർ നിയമപ്രകാരമുള്ള പ്രായ ഇളവുകളും ലഭിക്കുന്നതാണ്. ശമ്പളം പ്രതിമാസം 14,700 രൂപയാണ്. ഒഴിവുകളുടെ എണ്ണം സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒഴിവുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിയമനം നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് യോഗ്യതയുള്ളവർ ആരും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനത്തിൽ പ്രവൃത്തി പരിചയം നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ ഇവ വളരെ നല്ല അവസരമാണ്. കരാർ ജോലി ആയാലും ഭാവി ലഭിക്കുന്ന മറ്റ് തൊഴിൽ അവസരങ്ങളിൽ ഈ പരിചയം ഉപകാരപ്പെടും. ഇനി ഒരു മെഷീൻ ഓപ്പറേറ്ററുടെ ജോലി എന്തൊക്കെയാണെന്ന് പൊതുവായി നോക്കാം. മെഷീനുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഉൽപാദന പ്രവർത്തനങ്ങളിൽ സഹായിക്കുക. സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. സീനിയർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജോലികൾ നിർവഹിക്കുക. ശുചിത്വവും കൃത്യതയും ഉറപ്പാക്കുക. ഇവ പൊതുവായ ഉത്തരവാദിത്തങ്ങളാണ്. ഔദ്യോഗിക ജോലി വിവരങ്ങൾ സ്ഥാപനത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും. ഇനി അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഗൂഗിൾ ഫോം വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയിൽ വ്യക്തിഗത വിവരങ്ങൾ, വിദ്യാഭ്യാസ വിവരങ്ങൾ എന്നിവ കൃത്യമായി നൽകണം. അതോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് ബാധകമാണെങ്കിൽ മറ്റ് അനുബന്ധ രേഖകൾ. ഇവയുടെ പകർപ്പുകൾ തപാൽ മാർഗം ഔഷധിയുടെ കൂട്ടനല്ലൂർ ഓഫീസിലേക്കും അയക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 22 അതിനാൽ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തണം. കാരണം ഇൻ്റർവ്യൂ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നത് അതുവഴിയായിരിക്കും. തെറ്റായ നമ്പർ നൽകിയാൽ പിന്നീട് അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ എല്ലാ വിവരങ്ങളും 2 തവണ പരിശോധിച്ച ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. ഇനി ഇൻ്റർവ്യൂവിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. സമയത്തിന് മുൻപ് എത്തുക. എല്ലാ ഒറിജിനൽ രേഖകളും കൈവശം കരുതുക. ശരിയായ വസ്ത്രധാരണം പാലിക്കുക. ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. മുൻപ് മെഷീനുകളുമായി ബന്ധപ്പെട്ട അനുഭവമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക. +2 യോഗ്യത ഉള്ളവർക്ക് പോലും അവസരമുള്ളതിനാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആത്മവിശ്വാസവും സമീപനവും വളരെ പ്രധാനമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ചില ഗുണങ്ങളും ഉണ്ട്. പ്രവൃത്തി പരിചയം ലഭിക്കുന്നു. ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നു. സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്ത അനുഭവം ലഭിക്കുന്നു. ക്രമബദ്ധമായ തൊഴിൽ അന്തരീക്ഷം മനസ്സിലാക്കാൻ സാധിക്കുന്നു. പുതിയ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരവും ലഭിക്കും. അതിനാൽ യോഗ്യത ഉള്ളവർ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി പ്രധാന വിവരങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സ്ഥാപനം ഔഷധിയാണ്. കേരള സർക്കാർ സ്ഥാപനമാണ്. സ്ഥലം തൃശ്ശൂർ കൂട്ടനല്ലൂർ. ജോബ് റോൾ മെഷീൻ ഓപ്പറേറ്റർ. യോഗ്യത ITI, ITC അല്ലെങ്കിൽ +2 only for male candidates and age limit is 18 to 41 and the salary is 14,700. Last date to apply is July 22. Application form is through Google. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് രേഖപ്പെടുത്താം. ദിവസവും പുതിയ സർക്കാർ, സ്വകാര്യ ജോലി വാർത്തകൾ അറിയാൻ കൈറോ ഡയറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.